വടകരയിൽ നിന്നും തൃശൂരിലേക്കുള്ള കെ മുരളീധരന്റെ വരവിനെ അത്യധികം ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ എതിരേൽക്കുന്നത്. സംഘപരിവാർ നോമിനിയായ സുരേഷ് ഗോപിയെ എതിരിടാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി തൃശൂരിന്റെ സ്വന്തം മുരളി എത്തിയെന്ന പ്രതീതിയാണ് പ്രവർത്തകരിൽ ഇപ്പോൾ അലയടിക്കുന്നത്. സ്വന്തം സഹോദരി എതിർ ക്യാമ്പിലേക്ക് ചേക്കേറിയെങ്കിലും രക്തബന്ധം മറന്ന് പത്മജയെ അതിശക്തമായി തള്ളിപ്പറയുകയാണ് മുരളീധരൻ ചെയ്തത്. കോൺഗ്രസിന്റെ ആദർശ സംഹിതകൾക്കൊപ്പം അടിപതരാതെ ഉറച്ചു നിൽക്കുന്ന മുരളീധരനെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് തൃശൂരിലെ UDF പ്രവർത്തകർ. അതേസമയം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ രംഗത്തെത്തിയതോടെ സിറ്റിംഗ് MP TN പ്രതാപനെ അത് വലിയ ആഘാതവുമായി മാറി. ഇക്കുറി മത്സര രംഗത്തേക്കില്ലെന്ന് TN പ്രതാപൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കണമെന്ന തീരുമാനമുണ്ടായതോടെയാണ് വീണ്ടും മത്സരിക്കാൻ പ്രതാപൻ സന്നദ്ധനായത്. എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് ഹൈക്കമാൻഡിനെ പ്രതാപൻ അറിയിക്കുകയും ചെയ്തിരുന്നു. അത് സ്വീകരിക്കാതെ തൃശൂരിൽ തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡും നൽകിയത്. തുടർന്നാണ് സ്നേഹ സന്ദേശ യാത്രകൾ പോലെയുള്ള പ്രവർത്തനങ്ങളുമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പ്രതാപൻ ആരംഭിച്ചത്. മണ്ഡലത്തിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകളും പോസ്റ്ററുകളും പലയിടത്തും ഉയർന്നും കഴിഞ്ഞു. ഇനി പ്രതാപന് വേണ്ടി എഴുതിയ ചുവരെഴുത്തുകളെല്ലാം മാറ്റേണ്ടി വരും. 3.5 ലക്ഷം പോസ്റ്ററുകളാണ് ആദ്യഘട്ടമായി അച്ചടിച്ചിട്ടുള്ളത്. അതെല്ലാം വെറുതെയായിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും LDF സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറും രംഗത്തെത്തിയതോടെ തൃശൂരിൽ മത്സരം കടുത്തിരിക്കുകയാണ്. ഇപ്പോൾ BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ BJPക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങിയാൽ അത് വലിയ തോതിൽ കോൺഗ്രസ് വോട്ടുകളിൽ ധ്രുവീകരണമുണ്ടാകുമെന്ന ഭീതിയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. MP എന്ന നിലയിൽ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് പ്രവർത്തിക്കാൻ പ്രതാപന് കഴിഞ്ഞിട്ടില്ലെന്ന വിലയിരുത്തലും ഇതിനോടൊപ്പമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മണ്ഡലം പിടിക്കാൻ കെ മുരളീധരൻ തന്നെ വരണമെന്ന വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് മാറിയത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജ നടത്തുന്ന ചരട് വലികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന നേതാവാണ് കെ മുരളീധരൻ. തന്റെ ആദ്യകാല തട്ടകമായ തൃശൂരിൽ വിപുലമായ വ്യക്തിബന്ധങ്ങളുള്ള മുരളീധരൻ സുരേഷ് ഗോപിക്കും സുനിൽകുമാറിനും കനത്ത വെല്ലുവിളികളും സൃഷ്ടിക്കും. അതേസമയം മുരളിയുടെ വരവ് കൊണ്ട് തങ്ങൾക്ക് ഒരു വെല്ലുവിളിയും ഉണ്ടാകില്ലെന്നാണ് ഇരു സ്ഥാനാർത്ഥികളും പ്രതികരിച്ചിരിക്കുന്നത്. ഏത് സ്ഥാനാർത്ഥിയായാലും തൃശൂരിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് സുനിൽകുമാറിനുള്ളത്. എതിർ സ്ഥാനാർത്ഥി ആരാണെന്നത് വിഷയമേ അല്ലെന്നാണ് സുരേഷ് ഗോപിയും പ്രതികരിച്ചത്. അതേസമയം മുരളിക്ക് വേണ്ടി ചുവരെഴുതിയും പ്രതികരിച്ചും മണ്ഡലത്തിൽ പ്രതാപൻ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും മുരളിയുടെ വരവ് രാഷ്ട്രീയമായി പ്രതാപനെ തിരിച്ചടിയായിരിക്കുകയാണ്. ഇനി മത്സരിക്കുന്നില്ല എന്നൊക്കെ ഒരു ഓളത്തിൽ പറഞ്ഞുവെങ്കിലും ഇക്കുറിയും സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന പ്രതീക്ഷ പ്രതാപനുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം വൃഥാവിലായിരിക്കുകയാണ്. കേരളത്തിൽ മത്സര രംഗത്തില്ലാത്ത ഏക MPയും പ്രതാപനാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യമായ അധികാരമൊന്നും പ്രതാപനെ അവകാശപ്പെടാനുണ്ടാവുകയുമില്ല. നിയമസഭയിൽ വിജയപ്രതീക്ഷയുള്ള സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതും പ്രതാപനെ തിരിച്ചടിയായി മാറും. എന്തുതന്നെയായാലും കെ മുരളീധരന്റെ വിജയശില്പിയായി മുൻനിരയിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതാപൻ പ്രതികരിച്ചിട്ടുള്ളത്. കെ മുരളീധരന്റെ സിറ്റിംഗ് സീറ്റായ വടകരയിൽ ഷാഫി പറമ്പിലോ T സിദ്ദിഖ് MLAയോ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. മുസ്ലിം സാമുദായിക സംഘടനാ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നാണ് വിവരം. പലസ്തീൻ വിഷയത്തിൽ KK ശൈലജ ഇതിനു മുമ്പ് നടത്തിയ ഹമാസ് പ്രതികരണങ്ങൾ മുസ്ലിം കേന്ദ്രങ്ങളിൽ വൈകാരിക ചർച്ചയാക്കി മാറ്റാനും അതുവഴി ശൈലജ ടീച്ചറെ പ്രതിരോധത്തിലാക്കാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. വടകരയിൽ UDFന് വേണ്ടി ഏത് സ്ഥാനാർത്ഥി വന്നാലും വിജയമുറപ്പാണെന്നും അതിനായി RMP വിശ്രമരഹിതമായി രംഗത്തുണ്ടാകുമെന്നുമാണ് KK രമ MLAയും പ്രതികരിച്ചത്. എന്തുതന്നെയായാലും അപ്രതീക്ഷിത കരുനീക്കങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയ മണ്ഡലങ്ങളായി ഇതിനോടകം മാറിയിരിക്കുകയാണ് വടകരയും തൃശൂരും. എന്തായാലും ഇക്കുറി ഇവിടങ്ങളിൽ തീ പാറുമെന്നതുറപ്പാണ്.